ഇഷ്ടമല്ലാത്ത സ്വഭാവം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും കുറെ നേരം. ഞാൻ സംസാരിക്കുമ്പോൾ ആ സമയത്തും ചിലപ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് ഇഷ്ടമല്ല. മറ്റേ അവസാനം മറ്റേ അന്ന് ചോദിച്ചതുപോലെ ഒരു കോണ്ടന്റ് ഉണ്ടായിരുന്നല്ലോ, മൊബൈൽ നോക്കി ഇരുന്നിട്ട് അവസാനം മാത്രം കേട്ടിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. അതെ, അതുപോലെ തന്നെയാണ് കുറച്ച്. അതെനിക്ക് ഇഷ്ടമല്ല. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തത് പിന്നെന്താ, പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ബാത്റൂമിൽ പോയി കുറച്ചധികം സമയം ഇരിക്കും. അത് ഞാൻ ഇതിനു മുമ്പ് എല്ലാ സ്ഥലത്തും പറഞ്ഞു. മനസ്സമാധാനം കിട്ടുന്നല്ലേ. അവർക്ക് ആകെ അവിടെ ഉള്ളു സ്വസ്ഥത. ഈ മിണ്ടാപ്രാണീനെയാണോ മിഥുൻ ചേട്ടാ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ വീട്ടിൽ വാ. ചേച്ചി മൊട്ടടിച്ച് കണ്ടപ്പോഴത്തേക്കുള്ള ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഫസ്റ്റ് റിയാക്ഷനോ? നമ്മൾ ചിരിച്ചോണ്ടിരിക്കുന്നു. ഞാനും തന്മയും തലമുദ്ര കിടന്ന് ചിരിക്കുന്നു. ഞാനവിടെ അമ്പലത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചോളൂ. ശ്രീധര സ്വാമി ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു നീ പ്രാർത്ഥിച്ചോളൂ. ഇത് എത്ര നാളത്തെ ഇതാണ്, നേർച്ചയാണ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് മനമുരുകി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പതുക്കെ ഫോൺ എടുത്തിട്ട് ഉള്ള മറ്റേ മുടി തീർന്നതിന്റെ വീഡിയോ എടുക്കുക. അപ്പൊ കുറച്ചു നേരത്തെ മറ്റേ അവര് തെലുങ്കിൽ പറയുന്നുണ്ട്, ആന്ധ്രക്കാരാണ്. അപ്പൊ അവര് ഇത് മതി, ഇനി വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരു കാണാതെ മനസ്സിലാവാത്ത പോലെ ഇത് ചെയ്തു. പിന്നെ അപ്പൊ ഇംഗ്ലീഷ് പ്ലീസ് സ്റ്റോപ്പ് ടേക്കിംഗ് ദ വീഡിയോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ടപ്പം കാരണം ഒരു വീഡിയോ ഇവിടെ എടുക്കുന്ന പ്രോസസ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. അപ്പം അതല്ല, അപ്പം നേർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മളിത് കഴിഞ്ഞ് ഫുൾ ഇത് കഴിഞ്ഞ് വരുമ്പോഴേ നമുക്ക് ആ റിയലൈസേഷൻ വരുള്ളൂ. അയ്യോ ഇത്രയും നാളത്തെ മുടി പോയല്ലോ എന്നുള്ള റിയലൈസേഷൻ വരുന്നത് അതിന് ശേഷമാണ്. പക്ഷെ അതുവരെ നമ്മൾ അതാണ് പ്രശ്നം. കാരണം നമ്മൾ ഈ മുട്ടയടിക്കുന്നതിന്റെ സമയത്ത് ഞാനും തന്നെയൊക്കെ എക്സൈറ്റഡാ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെയാണ് അതിന്റെ റിയലൈസേഷൻ വന്നത്, അയ്യോ പാവത്തിന് മുടിയില്ല ഇതാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവള് ശരിക്കും പറഞ്ഞാല് മുടി ഇല്ലാണ്ട് കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി ക്യൂട്ടായി. ഇപ്പൊ ഭയങ്കര ബോറായി പറയുന്നത്. അല്ലല്ല, ഇപ്പൊ കുറച്ചും കൂടി എന്നുള്ളതാണ് ഞാൻ ചേച്ചി കേട്ടത്. അങ്ങനെ കുറച്ചും കൂടി സരസ്വതി ഉള്ളോണ്ട് രക്ഷപ്പെട്ടു. ഞാൻ ഇങ്ങനെ ഒരു നാലല്ലേ ഉള്ളു. അല്ല സത്യസന്ധമായിട്ടാണ് ഇപ്പൊ കുറച്ചും കൂടി ക്യൂട്ടായി. അതാ ഞാൻ പറഞ്ഞേ. കാരണം സാധാരണ മുട്ടയടിച്ച് കഴിയുമ്പോൾ നമ്മുടെ തലയുടെ വൃത്തികളൊക്കെ അറിയുമല്ലോ. പക്ഷെ ഇത് കുഴപ്പമില്ല, കറക്റ്റ് ആയിട്ട്. അത് ഞാൻ സിസേറിയൻ ബേബി അതുകൊണ്ടാണ് കറക്റ്റ് ഷേപ്പ് ഹെഡിന്. അങ്ങനെ സിസേറിയൻ ബേബിക്ക് അങ്ങനെയാ കറക്റ്റ് നല്ല ഹെഡ് ഷേപ്പ് ആയിരിക്കും. മുട്ടടിക്കണ്ട. നമ്മുടെയൊക്കെ പല സൈഡിലോട്ട് വീങ്ങിയിരിക്കും. എന്തായിരിക്കും എന്റെ തലയിലെ അവസ്ഥ? എന്റെ തല ആരും ഞാൻ കാണിക്കാറില്ല. പക്ഷെ ഇപ്പൊ നല്ല അയ്യോ എന്റെ അച്ഛനെ കഷ്ടപ്പെട്ട് നേർച്ച നിറന്ന് കിട്ടിയത് തന്നെ. എന്നിട്ടാണോ കിട്ടിയത്? എന്നിട്ടും ഇതാണ് കിട്ടിയത്. അതെന്റെ അച്ഛനും ചിന്തിക്കാറുണ്ട്. അതൊന്നല്ല, ഞാൻ അല്ലല്ല, അത് മാസാമാസം കൊണ്ട് അച്ഛനടുത്ത് കാണിക്കും. അച്ഛാ എനിക്ക് ഭയങ്കര സ്നേഹമാണ്, കാശ്